എങ്ങോട്ടാ? ഗ്ലാം സോണിലേക്ക്. പിന്നെ അല്ല എന്താ, അല്ല തമാശയല്ല, ഈ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പം അത് എന്താണ് അതിൻ്റെ ഒരു, ഇപ്പം ഈ കാണുന്ന ഞാൻ, ഈ എന്നെ ഞാനല്ലാതെ മാറ്റുന്നാണ് പറഞ്ഞത്. അപ്പം അത് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് നമുക്ക് നോക്കണല്ലോ. പിന്നെ കാരണം ഞാൻ പാലക്കാട് ജില്ല, എൻ്റെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ല. മറ്റേ എൻ്റെ വീട് വരുന്നത് പെരിന്തൽമണ്ണ, മലപ്പുറം. ഇവിടെ ഒന്നും കിട്ടാത്ത, എനിക്ക് കിട്ടാത്തൊരു ഫേസ് ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഐ ഹാപ്പി ടു ദാറ്റ്. ഉറപ്പാണോ? അത് ഇവിടെ നിന്ന് കിട്ടുന്നതാണ് എല്ലാവരും പറയണത്. എങ്ങോട്ടാ പോകുന്നത്? ഇതൊരു പ്രമോഷനോ ബാക്കിയുള്ള കാര്യങ്ങളോ അല്ല ഫ്രണ്ട്സ്. നിങ്ങൾ എന്ന് കാണ്, ഇപ്പൊ കണ്ടോ, ഇത് കഴിഞ്ഞിട്ടൊന്ന് കാണ്, എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കിയുള്ള എന്താണ്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഭയങ്കര തിരക്കാട്ടോ. ഈ തിരക്ക് അറിയാൻ പാടില്ല. എന്നാലും അപ്പം റെഡിയാവും വിചാരിക്കുന്നു. നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. നല്ല തിരക്കുള്ളൊരു സമയമാണ്. ആ ഒരു പീക്ക് ടൈമിലാണ് ഞാൻ വന്നിട്ടുള്ളത്. കാരണം ഞാൻ ഇവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് ഇതിനെ പറ്റിയിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയത്. സോ ഞാനിവിടെ വന്നു. നമ്മൾ നോക്കാം ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ സർവീസും എല്ലാതും എങ്ങനെയുണ്ടെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് എന്തായാലും നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ഞാൻ നിങ്ങളടുത്ത് പറയാം. പോസിറ്റീവായിട്ടാണെങ്കിൽ പോസിറ്റീവായിട്ടും പറയും. അല്ലാതെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു കാര്യവും നമ്മൾ എന്ത് ചെയ്യാറില്ല, പറയാറുമില്ല, ചെയ്യാറുമില്ല. അതാണ് നമ്മുടെ കണ്ടങ്ങള്. ഇതാണ്ട ഈ ഒരു സാധനം ഫ്രണ്ടിൽ കിട്ടി. ചേട്ടാ ഒന്ന് നോക്കിയേ, ഇത് മാറാൻ പോവാണ്. നമുക്ക് കട്ടി ഞാൻ ക്യാമറ മോശം. ചേട്ടാ പേരെന്താ? വരുൺ. നമുക്ക് എന്താണ് പറയാനുള്ളത്? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഹാപ്പിയാണോ? 100%. ഞാനും അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് വന്നിട്ടുള്ളത്. പുള്ളിയുടെ പേര് മിഥുൻ്റെ ഒറ്റ ബേസിൽ നമ്മൾ പോവാണ്. നോക്കാം തിരിച്ചു വരുമ്പോൾ ബോറാണോ നല്ലതാണോ എന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. മിഥുനോടെ നമ്മുടെ എൻ്റെ വേണ്ട ഈ സൈഡ് കാര്യങ്ങളൊക്കെ കണ്ട് വിചാരിക്കണം. ഈ സൈഡ് എടുത്ത് ഇപ്പുറത്തെ സൈഡ് എടുത്ത് ഒക്കെ പൊടി ധാരണ കഴിയുമെന്നറിയോ? ബുക്കിലല്ല, പുറകിൽ ഒരു സാധനം രക്ഷയില്ല കേട്ടോ. ഫ്രണ്ട്സ്, ഞാനൊരു രാവണനായി മാറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ഈ താടി ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്കൊരു പിടുത്തമില്ല. പക്ഷെ ഉണ്ടല്ലോ, ആ മുടിയുടെ ലെവലൊന്നും നോക്കണേ. ഞാൻ ഇവിടെ വന്നപ്പോൾ ഉള്ളതും ഇപ്പം ഉള്ളതും വന്നപ്പോൾ ഭയങ്കര മോറായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ വരാൻ പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷയില്ല. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിൽ പുള്ളി ചെയ്തു തന്നത്. മച്ചാൻ ബാക്കിൽ നിൽക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അവൻ പുള്ളി പക്ഷെ പറഞ്ഞത് പുള്ളി എങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് കൊടുത്ത് വിടറാന്ന് പറഞ്ഞത് അല്ലേ? പക്ഷെ പൊളിച്ച് ഒരു രക്ഷയില്ല. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്.
ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും മുടി വെട്ടാനും വരാറുണ്ട്, എല്ലാ കാര്യത്തിനും വരാറുണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ഇന്ന് പലരെയും കിട്ടാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകാം. ഇവിടെ പൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ഫേസ് നോക്കി നമ്മളെ മനസ്സിലാക്കി, നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനെ കട്ട് ചെയ്യണ കുറേ പേര് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട്. അതല്ലേ ഏറ്റവും വലുത്. ഇനിയിപ്പോൾ ഇങ്ങനെ ആക്കിയില്ലേ എൻ്റെ മുടി, അതിങ്ങനെ ആക്കാൻ പറ്റുന്നുള്ളത് കഴിവുള്ളവൻ്റെ അടുത്ത് കൊടുക്കണം. അങ്ങനെ അറിയുമോ? ഓക്കെ ഫോർ ദാറ്റ്. എനിക്കെന്നെ കണ്ടിട്ട് അതിശയം തോന്നുന്നത് ഞാനാണോ, എനിക്ക് ഇത്രയും മുടിയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞ മനസ്സിലാണോ? എനിക്ക് ഇത്രയും മുടിയുണ്ടെന്നുള്ളത് അതിനൊരു കാരണം ഞാൻ പറയട്ടെ. എൻ്റെ ഇവിടെ കുറച്ച് താടി കുറവുണ്ട്. താടി കൂടുതലെടുക്കാൻ അനുഭവപ്പെട്ടു, കുറച്ച് കാണിക്കാൻ പറ്റും. അതാണ് ഇവിടെ ചെയ്തത്. ഇവിടെ കമ്പനി ചെയ്തു, അത് ഇവിടെ കൂട്ടി കാണിച്ചു. അത് എൻ്റെ കഴിവാണ്. താങ്ക്സ് ഫോർ. ഞാനൊന്നും ഇങ്ങനെ ഫ്രീക്കാവാൻ പറ്റുമോ? ഞാൻ ഫ്രീക്കായി ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് വീഡിയോ എടുക്കോട്ട് മാത്രം അവർ ചെയ്തിരുന്നത് സർവീസാണെന്നുള്ളത്. അല്ല കേട്ടോ, വളരെ ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ടുള്ളൊരു ഫോട്ടോ കാര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രീതിക്ക് വർക്ക് ചെയ്യും. അതിനുള്ള ചാർജും വേണം. അത് ചാർജില്ലാതാരും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് തരുന്നുണ്ടോ? ഈ ഒരു കാര്യത്തിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, നിനക്ക് എന്നെ എങ്ങനെ സുന്ദരനാക്കാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നത്. കളിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് രക്ഷയില്ല. ഒരു സൈഡ് നോക്കിയപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ്. രക്ഷയില്ല. ഇന്നുവരേക്കും സമയം കിട്ടാത്ത കുറേ പണിക്കാരാണ് നമുക്ക് വേണ്ടി എല്ലാം പണിയെടുത്ത് തരുന്നത്. സമയമുള്ള ആൾക്കാരുടെ കൊണ്ടുപോയി നമുക്കാണ്. അതുപോലെ തന്നെ ഒരു മുടിയില്ലാത്ത ഞാനാണ് ഈ സാധനത്തിന് കൊടുന്ന് വെച്ചേക്കുന്ന ലെവൽ നമ്മൾ ചെയ്തു ആ ഒരു ലെവലിലേക്ക് മാറും. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ കേട്ടോ, എങ്ങനെയുണ്ട് മാറ്റം എന്നുള്ളത്. എനിക്ക് ലുക്ക് വന്നിട്ടുണ്ടോ അതോ എന്താണ്, എനിക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണം. എന്തായാലും കമൻ്റായിട്ട് നിങ്ങൾ ഇടുകൊണ്ടു.
എന്തായാലും ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.